നമസ്കാരം. മകയിരം നക്ഷത്രക്കാർക്ക് ഫലത്തെ പറ്റിയാണ് പറയുന്നത്. മകയിരം 2 കൂറുണ്ട്, ഇടവക്കൂറുണ്ട്, മിഥുനക്കൂറുണ്ട്. ഇടവക്കൂറ് നക്ഷത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്കിപ്പോൾ നല്ലൊരു സമയമാണ്. ശനി 9-ലുണ്ട്, വ്യാഴൻ 2-ലുണ്ട്. അത് ഒക്ടോബർ 20 വരെയാണ്. അത് കഴിയുമ്പോഴേക്കും ഇത്തിരി മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇടവക്കൂറിൽപ്പെട്ട മകയിരം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ സാമാന്യേന നല്ലൊരു ഫലമാണ് കാണുന്നത്. അവർ വിചാരിച്ച കാര്യം നടക്കുകയും വിവാഹം, ധനം സമ്പാദിക്കുകയും വിവാഹം നടക്കുകയും ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടുകയും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം നല്ലൊരു ഫലമാണ് കാണുന്നത്. ഈ മകയിര നക്ഷത്രക്കാരുടെ രാഹുവിൻ്റെ ചെറിയ പ്രശ്നമുണ്ടെങ്കിലും സർപ്പപ്രീതിയൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റാവുന്നതാണ്. ശനിയും വ്യാഴവും അനുകൂലമാണ്. വളരെയധികം നല്ല സമയമാണ്. വളരെയധികം ഫലവൃത്തിയുള്ളൊരു സമയമാണ് ഈ മകയിരം ഇടവക്കൂറുകാർക്ക്. ഈ മകയിരം ഇടവക്കൂറുകാർക്ക് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കന്നിമാസവും ഇവർക്ക് തർക്കേടില്ലാത്ത ഒരു സമയം തന്നെയാണ് അവർക്ക്. ആദ്യത്തെ 4-ലാണ്. അപ്പോൾ കുടുംബത്തിൽ ഇത്തിരി ദേഷ്യവും ഇത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതിന് മഹാദേവനെ ഉപാസിക്കുകയും മഹാദേവനെ പ്രാർത്ഥിക്കുകയും ശിവക്ഷേത്ര ദർശനവും ശിവക്ഷേത്രത്തിൽ വഴിപാടുകളൊക്കെ ചെയ്തു കഴിയുമ്പോൾ അതിനൊരു മാറ്റം വരും. നമഃശിവായ എന്ന മന്ത്രം രാവിലെയും വൈകുന്നേരം 108 പ്രാവശ്യം ഉരുവിടുകയും ഓം നമോ നാരായണായ 108 പ്രാവശ്യം രാവിലെയും വൈകുന്നേരം ഉരുവിടുന്നവർക്കും യാതൊരു വക ദോഷങ്ങളും ഉണ്ടാവുന്നതല്ല. ദശാപഹാര ചിത്രങ്ങളെ നോക്കിയിട്ട് വേണം നമ്മൾക്ക് ഇതൊക്കെ തീരുമാനിക്കാൻ. നല്ല ദശയുള്ളവർക്ക് നല്ലതായിരിക്കും. മോശം ദശയാണെങ്കിൽ ഇതിലൊന്നും പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും കാണില്ല. അപ്പോൾ അതിൻ്റെ ദശാപഹാരങ്ങളെ ചിത്രങ്ങളൊക്കെ ചിന്തിച്ചിട്ട് വേണം ഓരോരുത്തരും നമ്മുടെ നല്ല ഭാവത്തെ പറ്റി നമുക്ക് പറയാനായിട്ട്. തുലാമാസത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒക്ടോബർ 10 തുലാമാസം കന്നിമാസം പകുതി ആകുമ്പോഴേക്കും ഒക്ടോബർ 20 തുലാമാസം ഒരു ആദ്യത്തെ ആഴ്ച ആകുമ്പോഴേക്കും വ്യാഴത്തിന് മാറ്റം വരുമ്പോൾ ഇടവക്കൂർ ജനിച്ച മകയിരം നക്ഷത്രക്കാർക്ക് അത്ര അനുകൂലമല്ല. 3-ലേക്കാണ് വ്യാഴം വരുന്നത്. 3-ൽ വ്യാഴം മുറവിളി കൂട്ടുന്ന പറയുന്നത് ആവശ്യത്തിനും അനാവശ്യത്തിനും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കും, മഹാവിഷ്ണുവിനെ ഉപവസിക്കുകയും വ്യാഴാഴ്ച തോറും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും തുളസിമാല ചാർത്തുകയും രാവിലെ വ്യാഴഹോരയിൽ, അതായത് ഒരു ദിവസത്തിന് ഉദയം തുടങ്ങി 1 മണിക്കൂറാണ് ആ ദിവസത്തെ ഹോര എന്ന് പറയുന്നത്. ആ ഹോരയിൽ തന്നെ പോയി പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഇവരുടെ ബുദ്ധിമുട്ടുകൾക്ക് ശമനം ഉണ്ടാവും. മാസം തോറും ഗുരുവായൂരോ അമ്പലപ്പുഴയോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോ അങ്ങനെയുള്ള മഹാക്ഷേത്രങ്ങൾ ദർശനം നടത്തുന്നതും വളരെയധികം പുണ്യം നൽകുന്ന കാര്യമാണ്. അഥവാ നമുക്ക് ദർശനം നടത്താൻ പറ്റിയെങ്കിലും മാനസപൂജ ചെയ്യുക. ഈ അമ്പലങ്ങളെ പറ്റി നമുക്ക് ചിന്തിച്ച് ആ ഭഗവാനെ പറ്റി ചിന്തിച്ച് മാനസപൂജ ചെയ്താലും വളരെയധികം നല്ലതാണ്. ദിവസവും നമുക്ക് മാനസപൂജ ചെയ്യാം. ദിവസവും നമുക്ക് ഭഗവാനെ ചിന്തിച്ച് മാനസപൂജ ചെയ്യാം. വൃശ്ചിക മാസത്തിലും ഈ ഇടവക്കൂറ് മകയിര നക്ഷത്രക്കാർക്ക് ഇത് തന്നെയാണ് അവസ്ഥ കാണുന്നത്. ഇടവക്കൂറുകാർക്ക് 7-ാം ഭാവത്തേക്ക് ആദിത്യം വരും. 7-ാം ഭാവത്ത് ആദിത്യം വരിക എന്ന് പറഞ്ഞാൽ അത്ര ഗുണമുള്ള കാര്യമൊന്നുമല്ല. അപ്പം വൃശ്ചിക മാസം ആകുമ്പോഴേക്കും ഇവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിക്കും. കാരണം ഭാര്യയായിട്ട് കലഹം, കുടുംബകലഹം, ഭാര്യയിൽ നിന്ന് പ്രശ്നങ്ങൾ, ഭാര്യയ്ക്ക് ആവശ്യമുള്ള ആവശ്യങ്ങൾ വരിക, സംശയം വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഉടനെ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശിവപാർവതി ക്ഷേത്രത്തിൽ മഹാദേവനെയും പാർവതീദേവിക്കും ഐക്യമത്യ പുഷ്പാഞ്ജലി കഴിക്കുക. കരട് വന്നു എന്ന് കണ്ടാൽ ഉടനെ തന്നെ വെള്ളിയാഴ്ചകളിൽ പോയി ഐക്യമത്യ പുഷ്പാഞ്ജലി കഴിക്കും. ശിവക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്താൽ ഈ വ്യത്യാസങ്ങൾക്ക് വരും. തുമ്പപ്പൂ സമർപ്പിക്കുക. ഇതെല്ലാം വളരെയധികം നല്ല കാര്യങ്ങളാണ്. മഹാദേവനെ പ്രാർത്ഥിക്കാം. ധനുമാസം വരുമ്പോഴേക്കും ഈ ഇടവക്കൂറിൽപ്പെട്ട മകയിര നക്ഷത്രക്കാർക്ക് ധനുമാസം വരുമ്പോൾ അഷ്ടമത്തിലാണ് ആദിത്യനും ചന്ദ്രനും അഷ്ടമത്തിനും വലിയ പ്രശ്നമില്ല. എങ്കിലും നമ്മൾ മഹാദേവനെ പ്രാർത്ഥിക്കാം. ഇതുപോലെ ഇടവക്കൂറിൽപ്പെട്ട മകയിര നക്ഷത്രക്കാർക്ക് മകരമാസമാകുമ്പോഴേക്കും 9-ലാണ് ആദിത്യൻ. അപ്പം പിതാവിന് 9-ൽ ആദിത്യൻ വരുമ്പോൾ പിതാവിനും അതും ശത്രുക്ഷേത്രത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ പിതാവിന് അസുഖങ്ങൾ വരികയോ പിതാവിനാൽ ബുദ്ധിമുട്ട് വരികയോ പിതാവിനാൽ വാക്കുതർക്കം വരികയോ ഒക്കെ സാധ്യതയുണ്ട്. മഹാദേവനെ പ്രാർത്ഥിക്കുക. പിതാവിൻ്റെയും കുട്ടികളുടെയും മകൻ്റെയും ആളുടെയും പേരിൽ ഐക്യമത്യ പുഷ്പാഞ്ജലി കഴിക്കുക. തിങ്കളാഴ്ച തോറും മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ ചെയ്യുക. അപ്പം തന്നെ മാറ്റങ്ങൾ വരുന്നതാണ്. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ജോലി ലഭിക്കാനും കുംഭമാസം ഇടവക്കൂറിൽപ്പെട്ട മകയിര നക്ഷത്രക്കാർക്ക് കുംഭമാസത്തിൽ ജോലി കിട്ടാനും സർക്കാർ ജോലി കിട്ടാനും ആനുകൂല്യം കിട്ടാനും ലോൺ പാസ്സാവാനും ബാങ്ക് ലോണൊക്കെ കിട്ടാനൊക്കെ വളരെയധികം നല്ലൊരു സമയമാണ്.
ഇടവ രാശിയിൽപ്പെട്ട ഇടവക്കൂറിൽപ്പെട്ട മകീര നക്ഷത്രക്കാർക്ക് മീനം എന്ന് പറയുമ്പോൾ മീനം വളരെ 11-ലാണ് നല്ലതാണ്. അവർക്ക് ആദ്യത്തെ 10-നൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് വളരെയധികം തർക്കമില്ലാത്ത, കാരണം ഏഴശനിയൊക്കെ ആണെങ്കിൽ തർക്കമില്ലാത്തൊരു സമയമാണ് അവർക്ക് വന്ന് ഭവിക്കുന്നത്. മകീരം നക്ഷത്രം ഇടവക്കൂറുകാർക്ക് ഏഴശനി അല്ല കേട്ടോ, അവർക്ക് ശനി 11-ല്, വ്യാഴം 3-ൽ നിന്ന് 4-ലേക്ക് വരും, ആദിത്യൻ 11-ല്. വളരെയധികം സുഖപ്രദമായ സമയമാണ് ഈ ഇടവക്കൂറിൽപ്പെട്ട മകീരം നക്ഷത്രക്കാർക്ക് മീനമാസത്തിൽ എന്ന് പറയുന്നത്. മീനമാസത്തിൽ ഇനി മേടമാസം വരികയാണ്. മേടമാസത്തിൽ 12-ലാണ് ആദിത്യം വരുന്നത്. ആദ്യത്തിന് ഉച്ചത്തിലാണ്. ഇങ്ങനെ 12-ൽ ആദ്യത്തിലാകുമ്പോൾ അവർക്ക് ഒത്തിരി മനസ്സിൽ ബുദ്ധിമുട്ടും തലവേദന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സാമ്പത്തികം ഇത്തിരി ഉയർന്ന സാമ്പത്തികത്തിൽ താഴാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ മഹാദേവനെ ശരണം പ്രാപിക്കാം. ഏറ്റവും ഉചിതമായത് ആദിത്യനെ കൊണ്ട് പ്രീതി കിട്ടാനായിട്ട് ഏറ്റവും ഉചിതമായത് അവർ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക. ദിവസവും സൂര്യഭഗവാനെ നോക്കി തൊഴുകയും സൂര്യഭഗവാനെ ഓം സൂര്യായ അർക്കായ ദിവാകരായ ഭാസ്കരായ രവിയേ നമ ഇത് 11 പ്രാവശ്യം ജപിക്കുകയും ചെയ്തതിന് വളരെയധികം മാറ്റങ്ങൾ വരും. സൂര്യഭഗവാനെ ജലം തർപ്പിച്ചാലും വളരെയധികം മാറ്റങ്ങൾ വരും. ഇതാണ് മകീരം നക്ഷത്രം ഇടവക്കൂറുകാരെ പറ്റി പറയാനുള്ളത്. അടുത്തത് മകീരം നക്ഷത്രം മിഥുനക്കൂറുകാരെ പറ്റി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മകീരത്തിൻ്റെ അവിടെ തന്നെയാണ് ഇപ്പോൾ ആ കൂടെ തന്നെയാണ് വ്യാഴം കൂടെ നിൽക്കുന്ന അത്ര ഗുണമൊന്നുമല്ല. കണ്ടക ശനിയാണ്. 10 കർമ്മത്തിൽ ശനി നിൽക്കുന്നതുകൊണ്ട് ജോലിക്ക് ബുദ്ധിമുട്ടുകളും ജോലി തടസ്സങ്ങളും ജോലി മാറ്റവും ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ഭീതിയുമെല്ലാം അവർക്കുണ്ട്. മഹാദേവനെ തന്നെ ശരണം പ്രാപിക്കുക. ശിവക്ഷേത്ര ദർശനവും മഹാദേവനും ധാരാവിൻ വിളക്ക് മൃത്യുഞ്ജ പുഷ്പാഞ്ജലികൾ പക്കപ്പിറന്നാളുകൾ നടത്തുകയും 3 മാസത്തിലൊരിക്കൽ മഹാദേവന് തേൻ കൊണ്ട് ധാര നടത്തുകയൊക്കെ ചെയ്താൽ അവരുടെ അഭീഷ്ടം സാധിക്കുന്നതാണ്. ഇവർക്ക് ഈ മിഥുനക്കൂറിൽപ്പെട്ട മകീര നക്ഷത്രക്കാർക്ക് അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കും. അവർക്ക് വസ്ത്രങ്ങൾ ധരിക്കാനും പല കാര്യങ്ങളും അവർക്ക് നന്മയുള്ള ഒരു മാസമാണ്. കന്നിമാസം എന്ന് പറയുമ്പോൾ ഇവരെ സംബന്ധിച്ച് ആദിത്യൻ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അവർക്ക്. 4-ലാണെങ്കിലും കുടുംബത്തിൽ അമ്മയ്ക്ക് അസുഖങ്ങളും ബുദ്ധിമുട്ടൊക്കെ വരാം. എങ്കിലും മഹാദേവനെ പ്രാർത്ഥിച്ചാൽ ആ ബുദ്ധിമുട്ടുകൾ മാറാം. മകീര നക്ഷത്രം മിഥുനക്കൂറുകാർക്ക് തുലാമാസം എന്ന് പറയുമ്പോൾ തുലാമാസത്തിൽ ആദിത്യൻ വലിയ വിഷയമുള്ള 5-ലാണ്. മക്കൾക്ക് ബുദ്ധിമുട്ടോ മക്കളുടെ പഠിപ്പത്തിന് പ്രശ്നങ്ങളോ ഒക്കെ വരാമെങ്കിലും മഹാദേവനെ പ്രാർത്ഥിച്ചാൽ മതി. വൃശ്ചികത്തിൽ ആദിത്യം വരുന്ന സമയത്ത് വൃശ്ചികത്തിൽ ആദിത്യം വരുമ്പോൾ 6-ലാണ് ആദിത്യം. അത് വലിയ പ്രശ്നമൊന്നുമില്ല, വലുതാണ്. 6-ൽ ആദിത്യം നല്ലതാണ്. പാപഗ്രഹങ്ങൾ 6-ാം ഭാവത്ത് വളരെ നല്ലതാണ്. വളരെ നല്ല കാര്യങ്ങളാണ്, കുഴപ്പമില്ല. മിഥുനക്കൂറിൽപ്പെട്ട മകീര നക്ഷത്രക്കാർക്ക് ഒക്ടോബർ 20 തുടങ്ങി, അതായത് തുലാമാസം ആദ്യത്തെ ആഴ്ച തുടങ്ങി വ്യാഴം അനുകൂലമായിട്ട് വരും, 2-ാം ഭാവത്തേക്ക് വരും. അത് വളരെ നല്ലതാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകീര നക്ഷത്രക്കാർക്ക് ധനുമാസം, ധനു എന്ന് പറയുമ്പോൾ അവർക്ക് നിവൃത്തിസ്ഥാനമാണ്. ഭാര്യയ്ക്ക് അസുഖങ്ങൾ വരാം, ഭാര്യയായിട്ട് വഴക്കുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. മഹാദേവനെ പ്രാർത്ഥിക്കുക. വെള്ളിയാഴ്ച ഐക്യമത്യ പുഷ്പാഞ്ജലി കഴിക്കുക. തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തുക. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് മാറ്റങ്ങൾ സംഭവിക്കാം. മകരമാസം സംബന്ധിച്ച് മിഥുനക്കൂറുകാർക്ക് മകരമാസം എന്ന് പറയുമ്പോൾ അവർക്ക് അഷ്ടമത്തിലാണ് ആദിത്യൻ. അഷ്ടമത്തിൽ ആദിത്യന് വലിയ വിഷയമില്ല, എന്നാൽ ശിവനെ പ്രാർത്ഥിക്കാം, ശത്രുക്ഷേത്രം ആയതുകൊണ്ട്. കുംഭമാസം എന്ന് പറയുമ്പോൾ മകീര നക്ഷത്രക്കാർ കുംഭമാസം എന്ന് പറയും പിതാവിന് ബുദ്ധിമുട്ടുള്ളോ പിതാവിൻ്റെ വിഷമങ്ങളോ പിതാവിന് അസുഖങ്ങൾ വരികയോ രോഗാലംബനായ രോഗശൈലി കിടക്കുന്ന പിതാവാണെങ്കിൽ മരിച്ചുപോയോ ഒക്കെ നടക്കാം. മരിക്കുന്നല്ല പറയുന്നത് അവരുടെ ആയുസിൻ്റെ വല പോലെ ഇരിക്കും. എങ്കിലും പിതാവിന് ബുദ്ധിമുട്ടുകൾ വരുന്നൊരു സമയമാണ് മിഥുനക്കൂറിൽപ്പെട്ട മകീര നക്ഷത്രക്കാർക്ക്. മീനമാസം അവർക്ക് ജോലി കിട്ടാനും സർക്കാർ തലത്തിലുള്ള ജോലികളും സർക്കാർ തലത്തിലുള്ള ആനുകൂല്യങ്ങളും എല്ലാം കിട്ടാൻ മകീരത്തിന് വളരെയധികം നല്ലൊരു സമയമാണ് മീനമാസം. മേടമാസം എന്ന് 11-ലാണ് ആദിത്യൻ. അവർക്ക് എല്ലാ അഭീഷ്ടങ്ങളും സാധിക്കുന്ന ഒരു സമയമാണ് മേടമാസം എന്ന് പറയുന്നത്. മിഥുനക്കൂറിൽപ്പെട്ട മകീര നക്ഷത്രക്കാർക്ക് ഇടവമാസം എന്ന് പറയും 12-ലാണ് ആദിത്യൻ. ഇത്തിരി തലവേദന അങ്ങനത്തെ ബുദ്ധിമുട്ടുകളും അനാവശ്യ ചെലവുകളൊക്കെ സാധ്യതയുണ്ട്. മിഥുനമാസത്തിൽ അവർക്ക് കൂടെ തന്നെയാണ് ആദിത്യൻ. അപ്പോഴും നമുക്ക് വളരെ നല്ല കാലം. കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ 2-ലാണ് ആദിത്യൻ. അത് വളരെ നല്ല വലിയ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ സംസാരം സൂക്ഷിക്കുക, വാക്കുകൾ സൂക്ഷിക്കുക. വാക്കുകൾ ഒരു അടിയേക്കാൾ വലുതാണ് വാക്കുകൊണ്ടൊരു അടി. വാക്കുകൾ സൂക്ഷിക്കുക. ഇങ്ങനെ ചെയ്താൽ മിഥുനക്കൂറിൽപ്പെട്ട മകീര നക്ഷത്രക്കാർ തർക്കമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. നമസ്കാരം.